പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്നൊരു യാത്രയിലാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ. 6-6:30 മണിയായുള്ളൂ. ഇപ്പോൾ ഏകദേശം 130 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന്. നമ്മളവിടെ പോകാനുള്ള ഒരു കാരണം ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതായത് ആർക്കും മനസ്സിലാവാത്തൊരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സൈറ്റിൽ പോകണം എന്ന് പറഞ്ഞ വിനിച്ചേട്ടൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് നമ്മളിന്ന് ആ സൈറ്റിൽ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രഷർ പമ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ അതിൽ വരാൻ പോകുന്ന കംപ്ലൈൻറ്റുകളും എന്തൊക്കെ കംപ്ലൈൻറ്റ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മൾ മോട്ടോർ റീപ്ലേസ് ചെയ്ത് എന്താണ് ഞങ്ങളുടെ ഒരു എന്തെങ്കിലും പറയാനുള്ളത്. ശരിക്കും എന്താണ് ടാപ്പിൽ വരുന്ന പ്രശ്നം? ഇനി ഇതിന് മുകളിലോട്ടൊരു സർവീസ് ഇല്ല. നമുക്കത് മോട്ടോർ ഓൺ ആകുമ്പോഴുള്ളൊരു ഡിഫറൻസ് നോക്കാം. ഇതാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു യാത്രയിലാണ്. നേരം വെളുക്കുന്നേ ഉള്ളൂ. 6-6:30 മണിയായുള്ളൂ. ഇപ്പോൾ നമ്മളിന്ന് പോകുന്നത് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം 130 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന്. നമ്മളവിടെ പോകാനുള്ള ഒരു കാരണം ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് ഒരു 5500 രൂപ വില വരുന്ന ഒരു ചെറിയ പമ്പുമാണ്. അപ്പോൾ നമ്മൾ പോകാനുള്ള കാരണം, നമ്മൾ ഈ കസ്റ്റമർക്ക് പാഴ്സൽ അയച്ചു കൊടുത്തു. അതിന് കംപ്ലൈൻറ്റ് റിപ്പോർട്ട് ചെയ്തു. അതിന് സ്വിച്ചാണ് കംപ്ലൈൻ്റ് എന്ന് വിചാരിച്ച് നമ്മൾ സ്വിച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ടും ശരിയാവാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും സ്വിച്ച് അയച്ചു കൊടുത്തു. അതേപോലെ 2 സ്വിച്ച് ഇപ്പോൾ ഓൾറെഡി റീപ്ലേസ് ചെയ്ത് നോക്കിയൊരു സൈറ്റാണ്. അപ്പോൾ അത് ശരിയായില്ല. നമ്മുടെ ടെക്നീഷ്യൻ വീഡിയോ കോൾ ചെയ്തു. നമ്മൾ വേറൊരു ടെക്നീഷ്യനെ, നമ്മുടെ ഒരു കെയർ ഓഫുള്ള ടെക്നീഷ്യനെ അവിടെ അയച്ച് ചെക്ക് ചെയ്തു. എന്നിട്ടൊന്നും ശരിയാവുന്നില്ല. അതിനാകെയുള്ളൊരു പ്രശ്നം മോട്ടറിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. പക്ഷേ ടാപ്പും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാൻ നേരത്ത് മോട്ടർ കട്ട് ഓഫ് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പമ്പ് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. നമ്മുടെ ടെക്നീഷ്യൻ വിനിച്ചേട്ടൻ പറഞ്ഞു, അങ്ങനെ റീപ്ലേസ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് ആ സൈറ്റിൽ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അതായത് ആർക്കും മനസ്സിലാവാത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സൈറ്റിൽ പോകണം എന്ന് പറഞ്ഞ വിനിച്ചേട്ടൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് നമ്മളിന്ന് ആ സൈറ്റിൽ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മുടെ വിനിച്ചേട്ടൻ നമ്മുടെ വണ്ടിയിൽ ജോയിൻ ചെയ്യും. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ കയറിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആ സൈറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ സൈറ്റിൽ ചെയ്തേക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ കരുതിയേക്കുന്നത്, നമ്മൾ എന്തൊക്കെ കംപ്ലൈൻറ്റ് വരാനാണ് സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിനിച്ചേട്ടനോടും കയറിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി നിങ്ങൾ ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാവുന്നത്, നമുക്ക് ശരിയാക്കാൻ പറ്റുമോ, അതേ റീപ്ലേസ് ചെയ്യേണ്ട വരുമോ. കാരണം ബാക്കിയുള്ള പെർഫോമൻസ് എല്ലാം ഓക്കെയാണ്. മോട്ടർ എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു കസ്റ്റമറാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല പ്ലംബിങ് ലൈനും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തേക്കുന്ന. വർക്കൊക്കെ പക്ക വർക്കാണ്. അതേപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത ടെക്നീഷ്യൻ ആണെങ്കിലും നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ വിനിച്ചേട്ടൻ കയറിയതിന് ശേഷം നമ്മൾ കംപ്ലൈൻറ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമ്മൾ അവിടെ പോകുന്നതും നമ്മളത് ചെക്ക് ചെയ്യുന്നതും എന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മൾ മോട്ടർ റീപ്ലേസ് ചെയ്ത് കസ്റ്റമറുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ച് കൊടുക്കും. നമുക്കപ്പോൾ വിനിച്ചേട്ടൻ ജോയിൻ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ അതാ നമ്മുടെ ടെക്നീഷ്യൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ പോവാം. നമുക്ക് പോവാം. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഹോൾട്ട് ചെയ്തേക്കാണ്. ഇപ്പോൾ അപ്പുറം ഇടുക്കി ജില്ല, ഇത് കോട്ടയം ജില്ല. 2 ജില്ലകളുടെ നടുക്കുള്ള ഒരു സ്ഥലത്താണ്. നെല്ലാപ്പാറ എന്ന് പറയും. നെല്ലാപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. പാലാ തൊടുപുഴ റൂട്ടിൽ കറക്റ്റ് സെൻറ്റർ ഭാഗമാണിത്. ഇനി നമുക്ക് മെയിൻ കാര്യം, നമ്മുടെ സൈറ്റിൽ എന്തൊക്കെയാണ് വിനിച്ചേട്ടൻ, നമ്മളിപ്പോൾ ഓൾറെഡി ചെക്ക് ചെയ്ത കാര്യങ്ങൾ, നമ്മൾ സകല കാര്യങ്ങൾ, അതായത് നമ്മൾ ലൈൻ ചെക്ക് ചെയ്തു, സ്വിച്ച് കംപ്ലൈൻറ്റാന്ന് പറഞ്ഞു, സ്വിച്ച് ചെക്ക് ചെയ്തു, പിന്നെ പ്രഷർ ടാങ്കിൽ എയർ കുറവാന്ന് പറഞ്ഞു, എയർ രണ്ടാമത് റീഫിൽ ചെയ്തു. എന്നാലും അത് ലീക്ക് ആവുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. നമ്മുടെ പ്രധാന സംശയം അതാണ്, മെയിനായിട്ടുള്ള സംശയം. അവിടെ ചെന്നില്ല, പ്രഷർ ടാങ്കിലെ എയർ നമ്മൾ വാൽപ്പിന്, അതിനൊരു വാൽപ്പിനുണ്ട്. ആ വാൽപ്പിന്, അതായത് വണ്ടിയുടെയൊക്കെ ട്യൂബിൻ്റെ വാൽപ്പിന് കണക്കുള്ളൊരു പോയിൻ്റാണ്. അതിനെന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ പ്രഷർ ടാങ്കിലെ എയർ റിലീസായി പോകും. മറ്റേ പമ്പ് ഓഫാവില്ല. പിന്നെ എനിക്ക് തോന്നുന്നൊരു സംശയം, ഇനിയിപ്പോൾ എങ്ങാനും കമ്പനിയിൽ നിന്ന് കണക്ഷൻ കൊടുത്തതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ അറിയില്ല. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കാം. മെയിനായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ അവിടുത്തെ മെയിൻ പ്രശ്നം പമ്പ് നല്ല പെർഫോമൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ലൈനിലും പ്രഷർ ലോഡാവുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ലൈൻ കട്ടാവുന്നില്ല. 2 ദിവസമായുള്ള കംപ്ലൈൻറ്റ് തുടങ്ങിയിട്ട് ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാവുന്ന സകല കാര്യങ്ങളും, ചെക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ചെയ്തു. അപ്പോൾ നിങ്ങളൊരു പ്രഷർ പമ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണുവാണെങ്കിൽ അതിൽ വരാൻ പോകുന്ന കംപ്ലൈൻറ്റുകളും
എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കംപ്ലൈൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ പോകുന്നുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളിപ്പോൾ ഒരു ദൂര സ്ഥലത്തു നിന്ന് സാധനം വാങ്ങിയാൽ നമ്മളവിടെ എല്ലാവരുമായിട്ട് വന്ന് നോക്കും എന്നുള്ള ഒരു അഷുറൻസ് ഒന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. ഇത് അവർക്ക് നോക്കിയിട്ടും നമുക്കത് ചിന്തിച്ചിട്ടും മനസ്സിലാവാത്തൊരു കംപ്ലൈൻ്റ് ആണെന്ന് തോന്നിയതുകൊണ്ട് ബിനിച്ചേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ എന്തായാലും സൈറ്റിൽ പോയി ആ കംപ്ലൈൻറ്റിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പോകുന്നത്. നമ്മുടെ മറ്റ് തിരക്കുകൾ ഒഴിവാക്കി നമ്മളിങ്ങനെ ഓരോ സൈറ്റുകളിലേക്കും നമ്മൾ ഓടി എത്തും എന്നുള്ള യാതൊരു അഷുറൻസും നമ്മൾ പറയുന്നില്ല. നമ്മളങ്ങനെ പോകാനും സാധിക്കില്ല. സാധാരണ എല്ലാ കമ്പനികളും അവരവരുടെ സർവീസ് സെൻ്ററായിട്ട് ബന്ധപ്പെട്ടാണ് കംപ്ലൈൻറ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോകുന്നത്. പിന്നെ കഴിയുമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്ത ടെക്നീഷ്യനെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ആളെങ്കിലും കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അവിടെ ചെല്ലാറാകുമ്പോഴേക്കും വിളിക്കാം. ഇപ്പോൾ കരുതിയേക്കുന്ന സാധനങ്ങൾ നമ്മുടെ എല്ലാ ടൂൾസും ഉണ്ട്. ഒരു പ്രഷർ ഗേജ് കരുതിയിട്ടുണ്ട്. കാരണം അതിൽ പ്രഷർ ഗേജ് ഇല്ല. ഇൻ കേസ് പ്രഷർ ജനറേറ്റ് ചെയ്യാത്തത് കൊണ്ടാണോ അതായത് ആ പീക്ക് വരെയുള്ള പ്രഷർ എത്താത്തത് കൊണ്ടാണോ കട്ട് ഓഫ് ആകുന്നതെന്ന് അറിയാത്ത കാരണം പ്രഷർ ഗേജ് കരുതിയിട്ടുണ്ട്. വാൽ ട്യൂബ് കാര്യങ്ങളൊക്കെ പ്രഷർ ടാങ്കിൻ്റെ മെയിൻ്റനൻസിനായിട്ടുള്ള കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. സ്വിച്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് അല്ല, കാരണം 2 സ്വിച്ച് ഓൾറെഡി ചേഞ്ച് ചെയ്തതാണ്. ഒരു മോട്ടറും കരുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് സൈറ്റിലേക്ക് വേണ്ടി കരുതിയേക്കുന്നത്. ബാക്കി നമുക്ക് സൈറ്റിൽ ചെന്നിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കസ്റ്റമറുടെ സൈറ്റിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. കൊട്ടാരക്കര എത്താറായിട്ടുണ്ട്. സമയം 11:45. നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര ട്രാഫിക്കും ഭയങ്കര മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ എത്തുന്നത്. സൈറ്റിന് ഏകദേശം ഒരു 4 കിലോമീറ്ററിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ മാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആ സൈറ്റിൽ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളിതാ സൈറ്റിലെത്തി. കസ്റ്റമറോട് ആക്ച്വലി നമ്മളെല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ടെക്നീഷ്യൻ മാത്രം ഇന്ന് വരും, എപ്പോഴാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയ ആളെ വിളിച്ചിട്ടുണ്ട്. ആളിപ്പോൾ പുറത്തേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ ഇവിടെയുള്ളൊരു ലോക്കൽ ഇലക്ട്രീഷ്യൻ ഉണ്ട്. ആൾ പുറകെ ഉണ്ട്. നമ്മുടെ കൊട്ടാരക്കരയിലുള്ളൊരു ഇലക്ട്രീഷ്യൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതേപോലെ നമ്മുടെ കസ്റ്റമറെ കാണിച്ചു തരാം. നമുക്കറിയില്ലാത്തൊരു കാര്യം വന്നു കഴിയുമ്പോഴേ സെക്ഷനിൽ തന്നെ അറിവ് എടുത്തിട്ടുണ്ട്. ഉണ്ട്, ഇവിടെ ഉണ്ട്. വേറൊരു കാര്യം, താഴേക്കുള്ള ലൈൻ ഇതാണ് ഇതിൻ്റെ. ഞങ്ങൾ ഇതേപോലെ ഒരു ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു തവണ വിളിച്ച് പരിചയപ്പെട്ടു. ഞാൻ ഇത്രയൊക്കെ നിങ്ങളെ പ്രതീക്ഷിച്ചില്ല. അതിൽ എനിക്ക് ഇത് ശരിയായില്ലേലും അതെ, എന്തൊക്കെയാണ് നമ്മുടെ സൈറ്റിലിരിക്കുന്ന മോട്ടർ. ഇതിപ്പോൾ നമ്മൾ പമ്പ് റീപ്ലേസ് ചെയ്തു. കാരണം നമുക്കിവിടെ എത്ര ശ്രമിച്ചിട്ടും അതിൻ്റെ ഉള്ളൊരു കംപ്ലൈൻറ്റ് ഇവിടെയുള്ളവർക്കും ഇതിപ്പോൾ നമ്മുടെ കൊട്ടാരക്കരയിലുള്ള വിനീഷ് എന്ന് പറഞ്ഞ ടെക്നീഷ്യനാണ്. നമ്മുടെ കൊട്ടാരക്കരയിൽ എന്തെങ്കിലും പ്ലംബിങ്ങോ അല്ലെങ്കിൽ മോട്ടോർ ഫിറ്റിങ്ങോ പ്രഷർ പമ്പിൻ്റെ സെറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പറും തരാം. അപ്പോൾ ഈ ഏരിയയിൽ കൊല്ലം, കൊട്ടാരക്കര അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മളുടെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിനീഷ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് നമ്മൾ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അതായത് പമ്പിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇനി അതിൽ ചെറിയ RPM വേരിയേഷനോ അല്ലെങ്കിൽ ഹെഡ് ജനറേറ്റ് ചെയ്യുന്നതിൽ ചെറിയ കുറവോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നില്ല. അതിന് നമ്മളൊരു പ്രഷർ ഗേജാണ് സാധാരണ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രഷർ ഗേജ് വെക്കാനുള്ള സ്പേസിങ് ഇതിലില്ല. അതുകൊണ്ട് നമുക്കത് വെച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. അതും കൂടെയാണ് ചെക്ക് ചെയ്യാനുള്ളൂ. കാരണം ലൈൻ ലീക്കേജസ് ഒന്നും ഇല്ല. പ്രഷർ ടാങ്കിൽ ആവശ്യത്തിന് പ്രഷറുണ്ട്. നമ്മളതിൻ്റെ വാൽ ട്യൂബ് മാറി ചെക്ക് ചെയ്തു. ബാക്കി പ്രഷർ സ്വിച്ച് ചെക്ക് ചെയ്തു. അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളുടെ ലിമിറ്റേഷനിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ടും ശരിയാവാത്തതുകൊണ്ട് നമ്മൾ മാറ്റി. ഇനിയിപ്പോൾ നമ്മുടെ ഓഫീസിൽ പോയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നത് മറ്റൊരു പ്രഷർ ഗേജ്, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രഷർ ഗേജ് വെച്ച് അതിൻ്റെ പ്രഷർ ജനറേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യലാണ് നമുക്കിനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ആ ബിൻചേട്ടാ, ഇനിയിപ്പോൾ ഇതേപോലത്തെ ഒരു പമ്പ് വാങ്ങിച്ചിട്ട് നോർമലായിട്ട് വരാൻ സാധ്യതയുള്ള കംപ്ലൈൻറ്റ് ഒരു മിനിറ്റ് കട്ട് ഓഫ് ആവില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു ശതമാനം ഈ കട്ട് ഓഫ് ആവില്ല എന്നുള്ള കംപ്ലൈൻറ്റിന് ഒരു സ്വിച്ചിൻ്റെ അലൈൻമെൻറ്റിൽ വരുന്ന വേരിയേഷൻ, അല്ലെങ്കിൽ പമ്പിൽ എയർ ബ്ലോക്ക് വന്നാൽ പ്രഷർ റിട്ടേൺ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സാധാരണ മെയിനായിട്ട്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ടാങ്കിനകത്ത് എയർ ഫില്ല് ചെയ്തിട്ടുണ്ടാവും പ്രഷർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു വാൽപ്പിനാണ്. നമ്മുടെ വണ്ടിയുടെയൊക്കെ ട്യൂബിൽ എയർ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള വാൽപ്പിനാണ്. ഇൻ കേസ് ഈ വാൽപ്പിന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പമ്പ് ലോഡ് ചെയ്യുമ്പോൾ എയർ പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പമ്പിന് ഇതിൽ എയർ അടിച്ച് നോക്കി
നമ്മൾ ഇവിടെ ഇരുന്ന പമ്പിൽ. പക്ഷേ അതൊന്നും പ്രശ്നമല്ല, എയറൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് വർക്ക് ചെയ്ത ആളാണ്, നല്ല പക്ക പെർഫോമൻസ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുണ്ട്. യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ. എക്സ്ട്രാ ഒരു NRV ഇപ്പോൾ നമ്മുടെ മോട്ടറിൽ ഒരു നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്, അത് ഫെയിൽ ആയാൽ എക്സ്ട്രാ NRV ആഡ് ചെയ്തിട്ടുണ്ട്. ലൈനിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പമ്പിന്റെ വർക്കോ ഒന്നും പറയാനില്ല. അതാണ് നമുക്കിപ്പോൾ കണ്ടെത്താനായത് പമ്പ് ജനറേറ്റ് ചെയ്യുന്ന പ്രഷറിൽ, അതായത് സ്വിച്ചിനെ റിലീസ് ചെയ്യാനുള്ള പ്രഷർ കുറവായതുകൊണ്ടാവാം, അതിൻ്റെ സ്പ്രിങ്ങിനെ ലോഡ് ചെയ്യാനുള്ള പ്രഷർ കുറവായതുകൊണ്ടാവാം ഈ കംപ്ലൈൻറ്റ് വന്നതെന്ന് ഒരു അനുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇനി പ്രഷർ ഗേജ് വെച്ച് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കടയിൽ ചെന്നിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അതായത് 1000 പമ്പോ 2000 പമ്പോ വരുമ്പോഴൊക്കെ ആ വരുന്ന രീതിയിലുള്ളൊരു കംപ്ലൈൻറ്റാണ് നമുക്കിന്ന് ഈ സൈറ്റിൽ കിട്ടിയത്. അല്ലെങ്കിൽ പമ്പ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമറുടെ ചോയ്സ് ചോദിക്കാം. ഇതാണ് നമ്മുടെ കസ്റ്റമർ. അത് നമുക്ക് നോർമലായിട്ട് ഒരു മിനിറ്റ് ഞാൻ പറയാം. നമ്മൾ നോർമലായിട്ട് നമുക്കൊരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ സ്നേഹത്തോടെ സംസാരിക്കുള്ളൂ. ഒരു സാധനം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ട്, സ്പെഷ്യലി നമ്മൾ ദൂരം കൂടുതലാണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു 130-140 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ദൂരം കൂടുതൽ നമുക്ക് പല ലിമിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് അപ്പോൾ ഒരു പെട്ടെന്നൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ ചൂടാവുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കാത്തൊരു കസ്റ്റമറാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആ ഒരു ക്ഷമയാണ് നമുക്ക് എല്ലാ കസ്റ്റമറിൽ നിന്ന് വേണ്ടത്. അതിന് ഞാൻ സാറിനെ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. കാരണം നമ്മൾ സ്വിച്ച് കംപ്ലൈൻ്റ് ആണെന്ന് വിചാരിച്ചു, നമ്മൾ അയച്ചു കൊടുത്തു, സാർ അത് ചേഞ്ച് ചെയ്തു, ഞാൻ അതിന് വേണ്ട വീഡിയോസൊക്കെ കൊടുത്തു, എന്നിട്ടും ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നാണ് ചോദിച്ചത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഒരു എന്താ പറയുക, ഒരു മോശം രീതിയിലേക്ക് പോവാതെ വളരെ നീറ്റായിട്ട് വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിത് വന്ന് സാറിൻ്റെ ഒരു പ്രശ്നം തീർക്കണം എന്നുള്ളത് ഞങ്ങളുടെ പേഴ്സണലി ഞങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഈ കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയലുമായിരുന്നു അതിൽ മറ്റൊരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാറിന് പ്രത്യേകത്തെ ഒരു താങ്ക്സ് പറയുകയാണ്. എന്താണ് ഞങ്ങളുടെ ഒരു എന്തെങ്കിലും പറയാനുള്ളത്? ശരിക്കും ആക്ച്വലി ഞാനിത് ഒരിക്കലും നിങ്ങൾ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതാണ് എൻ്റെ ആദ്യത്തെ സന്തോഷം എന്ന് പറയുന്നത്. ഇത് പമ്പ് ശരിയാകുകയല്ലെന്നല്ല, സാധാരണ നമ്മളൊരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ കൊടുത്തു, ഓൺലൈനിൽ ഓർഡർ കൊടുത്തു, നിങ്ങൾ അന്ന് തന്നെ അത് അയച്ചു, പിറ്റേ ദിവസം എനിക്ക് ഡെലിവറി കിട്ടി. ഇത് ടെക്നീഷ്യൻ വന്ന് ഫിറ്റ് ചെയ്തു. പക്ഷേ ചെറിയ എന്തോ മൈനോട്ട് പ്രശ്നമായിരിക്കാം, എല്ലാം ഓക്കെയാണ്, പക്ഷേ കട്ട് ഓഫ് ആകുന്നില്ല. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അന്നേരം സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കട്ടെ എന്നാണ് ഇങ്ങനെ നമ്മളൊരു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മറുപടി കിട്ടുന്നത്. പക്ഷേ അന്നേരം തന്നെ നിങ്ങളത് തിരിച്ചെനിക്ക് റെസ്പോണ്ട് ചെയ്തു. പിറ്റേ ദിവസം തന്നെ കൊറിയറിൽ അതിൻ്റെ സ്വിച്ച് അയച്ചു. അത് സ്വിച്ച് വെച്ചിട്ടും കംപ്ലൈൻറ്റ് മാറാഞ്ഞിട്ട് വീണ്ടും ബസ്സിൽ വീണ്ടും കൊടുത്തു വിട്ടു. കൊട്ടാരക്കര ഒരു ടെക്നീഷ്യനെ കൊണ്ട് അത് ഫിറ്റ് ചെയ്തു. എന്നിട്ടും മാറാഞ്ഞിട്ട് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് ദുഃഖം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്നത് ഫോണിൽ കൂടെ പറയുകയും ചെയ്തു, നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, എന്താണ് ഇനി ഒരു പോംവഴി എന്ന് പറഞ്ഞപ്പം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. നേരിട്ട് വന്ന് ഇത് ചെയ്ത് ഇതിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ച് ഒരിക്കലും അത്രയും ഒരു സർവീസ് ഞാൻ ഈ തുണ്ടത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറയുന്ന പോലെ നമ്മൾ ഇത് ഇങ്ങനെ ഒരു സർവീസ് നമ്മളിപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്കത് എല്ലായിടത്തും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇത് സ്പെഷ്യലി വരാൻ കാരണം നമുക്ക് മനസ്സിലാവാത്തൊരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് സ്വിച്ച് മാറ്റാം, മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് തോന്നിയാൽ നമുക്ക് മോട്ടർ മാറ്റാം. ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്ത, അതായത് അത്ര നീറ്റായിട്ട് ഫിറ്റ് ചെയ്ത് അത്ര നീറ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്കതിൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. ഇപ്പോൾ അതാണ് ഈ ഒരു സർവീസ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം ഓടി ചെല്ലും എന്നുള്ളൊരു തെറ്റായ ധാരണ വേണ്ട. ഞാനത് വരുന്ന വഴിക്കും പറഞ്ഞു. നമ്മൾ ഇതേപോലെ ഒരു സ്പെഷ്യൽ കേസായ കാരണമാണ് നമുക്കത് വരണമെന്നും ആഗ്രഹം. പിന്നെ സാറിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് അദ്ദേഹം ഇത്ര സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ വഴിയില്ല. നമ്മളത് എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും നമ്മളത് വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ എൻ്റെ സാറിനോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അതേപോലെ വിനീഷ് എന്ന് പറഞ്ഞ ഒന്ന് കാണിച്ച് കൊട്ടാരക്കരയുള്ള നമ്മുടെ ടെക്നീഷ്യൻ ആളാണ്. ബസ്സിൽ ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പണിസ്ഥലത്തു നിന്ന് സാധനം പോയി കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് എല്ലാ ശ്രമകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മുടെ ആൾ വന്നിട്ട് പോലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങളത് ഫോണിൽ കൂടെ ഡിസ്കസ് ചെയ്ത് എല്ലാം ചെയ്ത് അപ്പോൾ അതിനും ഞാൻ ചേട്ടൻ്റെ ഒരു പ്രത്യേക താങ്ക്സ് പറയാണ്. ഇത് ഇനി ഇതിന് മുകളിലോട്ടൊരു സർവീസ് ഇല്ല, ഇതിന് മുകളിലോട്ടൊരു സർവീസ് ആരും പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും നല്ല സർവീസ്, അതിന് താങ്ക്സ്. നിങ്ങൾ മൊത്തം എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷം വന്നതിൽ. ഇതിന് ഹൃദയം തുറന്നുള്ള നന്ദി ഞാൻ പറയും. ഓക്കെ. ഈ ബാത്റൂമിലേക്കാണ് നിലവിൽ നമ്മളതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. എടാ ഒന്ന് ഓപ്പൺ ചെയ്തു. അതാണ് അതിൻ്റെ പ്രഷർ. അതിൻ്റെ HF അടച്ചു ചെയ്ത്
HF പ്രഷർ കൂടുതലായിരുന്നു. ഇതടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ നന്നായിട്ട് തുടരും. ഒന്നുകൂടെ അടിക്കാവോ? ക്ലിയർ ആയില്ല വീഡിയോയിൽ. ഓക്കെ, ഇതാണ് ഫുൾ പ്രഷർ കൂടുതലായിരുന്നു. കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വാൽവിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രഷർ ലോഡ് ചെയ്യുന്ന പമ്പാണത്. ഓക്കെ, ഷവർ വെച്ചിട്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ മോട്ടർ ഒന്ന് ഓഫ് ചെയ്യാമോ? മോട്ടർ ഓഫ് ചെയ്യുന്നുള്ള പ്രഷർ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ബൈപ്പാസ് ലൈൻ ഓപ്പൺ ആണ്. ഇതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന നോർമൽ പ്രഷർ. മോട്ടർ ഒന്ന് ഓൺ ചെയ്യാൻ പറയാമോ? എന്താ സാർ? ഒരു മിനിറ്റ്, ഇതുകൊണ്ട് കാണിച്ചു തരും. ഇതാണ് ടാപ്പിൽ വരുന്ന പ്രഷർ. നമുക്കത് മോട്ടർ ഓൺ ആകുമ്പോഴുള്ളൊരു ഡിഫറൻസ് നോക്കാം. ഇതാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, പ്രഷർ പമ്പ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചില കംപ്ലൈൻറ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്